ഓക്കെ, സോ നമ്മുടെ ചാനലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അൺബോക്സിംഗ് ഉത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ പുതുപുത്തൻ സാംസങ് ഗാലക്സി M31s ആണ്. സാംസങ് ഗാലക്സി M30s-ഉം M31-ഉം വെച്ച് നോക്കുമ്പോൾ ഒരുപിടി നല്ല അപ്ഗ്രേഡ്സുമായിട്ടാണ് സാംസങ് ഗാലക്സി M31s വരുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M31s-ൻ്റെ അൺബോക്സിങ്ങും പിന്നെ എൻ്റെ ഫസ്റ്റ് ലുക്കും ഫസ്റ്റ് ഇംപ്രഷനുമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് പുതുപുത്തൻ സാംസങ് ഗാലക്സി M31s-ൻ്റെ പാക്കേജിങ്. അങ്ങനെ പാക്കേജിങ്ങിൻ്റെ മേളിൽ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ബാക്ക് നോക്കിയാലും എം ടി ആണ്. സോ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും പിന്നെ സിം ഇജക്ടർ പിന്നാണ്. ഫോൺ നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്. സോ നിങ്ങൾക്ക് ഈ ചാർജിങ് കേബിൾ വഴി മറ്റൊരു ഫോണും ചാർജ് ചെയ്യാൻ പറ്റും. ഈ 5 ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജിങ്ങിൽ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഫോൺ, ഡോക്യുമെൻറ്റേഷൻ, സിം ഇജക്ടർ പിൻ, 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, പിന്നെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്. ഇനി നമുക്ക് ഫോൺ നോക്കാം. സാംസങ് അവരുടെ പാക്കേജിങ്ങിൽ TPU കേസ് ഒന്നും തന്നിട്ടില്ല. സോ പടക്കം പൊട്ടുന്ന വെച്ചാൽ എന്തായാലും നിങ്ങൾ കേൾക്കേണ്ടി വരില്ല ഈ ഒരു അൺബോക്സിങ്ങിൽ. സോ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ എങ്ങനെയാണ്? നല്ല ഡീസൻറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് അധികം കൂടുതലും അല്ല, നല്ല കുറവുമല്ല, പക്ഷേ ഡീസൻറ്റ് വെയിറ്റ് ഉള്ള ഫോണാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 204 ഗ്രാമാണെന്ന് തോന്നുന്നു. സോ 6000 mAh ബാറ്ററി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടും നല്ല രീതിയിൽ തന്നെ, വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വെയിറ്റ് ബാലൻസും വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ മേളിൽ വെയിറ്റ് ഉണ്ടായിട്ടും എനിക്ക് 185-190 ഗ്രാമുള്ള ഫോണിൻ്റെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുള്ളൂ. സോ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഗുഡ് ജോബ് സാംസങ്. സോ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. പക്ഷേ എന്താ പറയുന്നത്, ഒരു ഗ്ലാസ്റ്റിക് ബിൽഡാണ്. സാംസങ് M സീരീസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു. എൻ്റെ ബാക്ക് എപ്പോഴും വളരെ ഒരു ഓർഡിനറി പ്ലെയിൻ ഫിനിഷ് ആയിരുന്നു. പക്ഷേ അവരത് എടുത്ത് മാറ്റി ഒരു ഗ്ലാസ്റ്റിക് ഫിനിഷ് തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പ്ലെയിൻ പ്ലാസ്റ്റിക് ലുക്ക് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ ക്ലാസ്സിയാണ്. നമുക്കിനി പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കാം. ടോപ്പിലാണ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ പ്ലസ് വോളിയം റോക്കർ, ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ, ബോട്ടം സൈഡിൽ 4 കാര്യങ്ങളാണ്. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്, പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്. ഇതിൻ്റെ സിം ട്രേ നോക്കിയാൽ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. സോ ഞാൻ ഈ ഫോൺ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ ഞാൻ സാംസങ് ഗാലക്സി M31s സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 20,000 പ്രൈസ് താഴെയുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ ബെസ്റ്റ് ഡിസ്പ്ലേ ഉള്ളത് സാംസങ് ഗാലക്സി M31s-ലാണ്. വളരെ വൈബ്രൻറ്റും ബ്രൈറ്റായ, നല്ല ബ്രൈറ്റ്നസ്, അത്യാവശ്യം വളരെ നല്ല ബ്രൈറ്റ്നസ്സും പിന്നെ നല്ല വൈബ്രൻറ്റ് കളറും നല്ല പഞ്ചി കളേഴ്സായ നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് എനിക്കിപ്പോൾ ഫസ്റ്റ് ലുക്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് സാംസങ് ഗാലക്സി M സീരീസിലുള്ള ഒരു ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്നത്. സോ നല്ലൊരു കാര്യമാണ്. ആ നോച്ച് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 10 ആണ് വിത്ത് One UI 2.0. നല്ല ഒരു UI ആണ്. അങ്ങനെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടില്ല എങ്കിലും സിംപ്ലിസ്റ്റിക് ആയ ഒരു UI ആണ്. എന്നാലും നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ഫോൺസിൽ കാണുന്ന ബാൻഡ് ആപ്സ് ഒന്നും നിങ്ങൾക്കിതിൽ സഹിക്കേണ്ടി വരില്ല. സോ ക്ലീനർ മാസ്റ്റർ ആപ്പും അതുപോലത്തെ ആപ്സ് ഒന്നും ഇതിലില്ല. പക്ഷേ ഇഷ്ടം പോലെ ബ്ലോട്ട് വെയർസ് ഉണ്ട്. ഇത് സെറ്റപ്പ് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ബ്ലോട്ട് വെയർസ് വേണോ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇതിൻ്റെ UIയിൽ ഉണ്ട്. സാംസങ്ങിൻ്റെയും ഗൂഗിളിൻ്റെയും സൈഡിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകൾ ഒഴിവാക്കിയാൽ ബാക്കി എല്ലാം ബ്ലോട്ട് വെയർസ് നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ഡിസേബിൾ ചെയ്യാം, പക്ഷേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ഓക്കെയാണ്. പക്ഷേ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് എടുത്ത് കളയാൻ പറ്റാത്തത്? അതൊരു ശരിക്കും പറഞ്ഞൊരു നെഗറ്റീവ് പോയിൻ്റാണ്. അതെടുത്ത് കളയാൻ പറ്റണം. എനിക്ക് തോന്നുന്ന ഇതിൻ്റെ റിവ്യൂ യൂണിറ്റ്സിൽ നോക്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂവിൽ നോക്സിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്ന റീറ്റെയിൽ യൂണിറ്റ്സിൽ നിന്ന് അതെടുത്ത് മാറ്റി. പക്ഷേ ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പം സെറ്റപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ സാംസങ് M31s എഴുതി കാണിക്കുമല്ലോ, അതിൻ്റെ താഴെ നോക്സ് സപ്പോർട്ട് എന്ന് എഴുതിയിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നോക്സ് സപ്പോർട്ടിൻ്റെ ഓപ്ഷൻ ഇല്ല. സോ എനിക്കറിയില്ല, ഇത് കൺഫ്യൂഷനാണ്. സാംസങ് പോലത്തെ കമ്പനി ഇതുപോലത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ UIൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ചെറിയ സ്ലോനെസ് ഫീൽ ചെയ്യും, ചെറിയ ലാഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഗ്ലിച്ചും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റക്കൊന്നുമില്ല. എന്നാലും ഒരു സ്ലോനെസ് ഉണ്ട്. നിങ്ങൾ 730G 765G പോലത്തെ പ്രോസസ്സറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ആ ഒരു നിങ്ങൾക്കൊരു ഡിഫറൻസ് അറിയാൻ പറ്റും. ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നത് ഇത് UIൻ്റെ പ്രോബ്ലം അല്ല, ഇതിലുള്ള ചിപ്സെറ്റിൻ്റെ പ്രോബ്ലമാണ്. വളരെ പഴയ ഒരു 9611
ചിപ്സെറ്റാണ് സാംസങ് വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ UI കാണുന്നത്. കാരണം ഈ ചില ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് അൺഇൻസ്റ്റാൾ ആയി വരാൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. പ്ലസ് ഫോട്ടോ പ്രോസസ്സിങ്ങും കുറച്ച് ഡിലേ ഉണ്ട്. സോ നിങ്ങൾ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഗാലറിയിൽ പോയാൽ അവിടെ വീണ്ടും പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചില ഫോട്ടോസൊക്കെ. സോ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഭാവിയിൽ അപ്ഡേറ്റിലൂടെ എന്തായാലും എനിക്ക് തോന്നുന്നു സാംസങ് ഇത് കുറച്ചുകൂടെ സ്ട്രീം ലൈനും കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യും. ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിയാൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 ആണ് പ്രൊട്ടക്ഷൻ, 204 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. പ്രത്യേകിച്ച് IP സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു P2I നാനോ കോട്ടിംഗ് ഒന്നുമില്ല. ഇതിൽ 2 കളർ വേരിയൻസ് ആണ്, മിറാഷ് ബ്ലാക്കും മിറാഷ് ബ്ലൂവും. നമ്മുടെ കയ്യിലുള്ളത് മിറാഷ് ബ്ലാക്ക് ആണ്. M31s ഡിസ്പ്ലേ നോക്കിയാൽ 6.5 ഇഞ്ചിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയ സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 60 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. 405 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. ഫ്രണ്ട് സെൻറ്ററിൽ ഒരു പഞ്ച് ഹോൾ ആണ്. മിക്ക എല്ലാ മൊബൈൽ ഫോൺ ബ്രാൻഡുകൾക്ക് വേണ്ടി സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് സാംസങ് തന്നെയാണ്. പക്ഷേ സാംസങ് എനിക്ക് തോന്നാറുണ്ട് സാംസങ്ങിൻ്റെ ഫോൺസിന് വേണ്ടി പ്രത്യേകിച്ച് ബെസ്റ്റ് ഡിസ്പ്ലേസ് മാത്രമാണ് ഫിറ്റ് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റും വൈബ്രൻറ്റും കളർ ആക്യുറേറ്റ് ആയ ഡിസ്പ്ലേ ആണ്. പഞ്ചി കളേഴ്സ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബ്ലാക്ക് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റും കിട്ടുന്നുണ്ട്. ബോട്ടം ചിൻ അല്ലെങ്കിൽ ബോട്ടം ബെസൽ നല്ല ഡീസൻറ്റ് ചെറുതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് പിന്നെ സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡുള്ള ബെസൽ നല്ല കനം കുറഞ്ഞ ബെസലാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് മൂവീസും TV സീരീസും യൂട്യൂബും ഫോട്ടോസൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ M31s കിട്ടുന്നത്. പെർഫോമൻസിൻ്റെ കാറ്റഗറി നോക്കിയാൽ ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. സാംസങ് വീണ്ടും Exynos 9611 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഇത്തവണയെങ്കിലും ഇത് അപ്ഗ്രേഡ് ചെയ്യും, പക്ഷേ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. 10mm ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്, 2.3 GHz ആണ് ഹയസ്റ്റ് ക്ലോക്ക് സ്പീഡ്. നോർമൽ യൂസിന് വേണ്ടി ഓക്കെയാണ്. പക്ഷേ നമ്മൾ UI നോക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ ചെറിയ ലാഗൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് ഒപ്റ്റിമൈസ് ചെയ്യും സാംസങ്. PUBG പെർഫോമൻസ് നോക്കിയാൽ ഗ്രാഫിക് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്ട്രീം വരെ കിട്ടുന്നുണ്ട്, HD അൾട്രയും കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ബെസ്റ്റ് അൾട്രയിലാണ്. സ്മൂത്ത് അൾട്ര ആണെങ്കിൽ ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീമിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റക്ക് ഉണ്ട്, ഫ്രെയിം ഡ്രോസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫസ്റ്റൊക്കെ ഓക്കെയാണ്. നിങ്ങൾ കുറച്ച് നേരം കളിച്ചിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ചിപ്സെറ്റിൻ്റെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഗെയിമിംഗ് PUBG പോലത്തെ ഗെയിം ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിലുള്ള ഒരു കളർഫുൾ പഞ്ചി കളേഴ്സാണ് നിങ്ങൾക്ക് ഗെയിമിലും കിട്ടുന്നത്. നോർമൽ മോഡറേറ്റ് ഗെയിമിങ്ങിന് വേണ്ടി ഓക്കെയാണ്. പക്ഷേ PUBGയും കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തെ ഹൈ എൻഡ് അല്ലെങ്കിൽ വളരെ പെർഫോമൻസ് ഉള്ള ഗെയിമുകൾ ഇടയ്ക്കൊക്കെ എടുത്ത് കളിക്കാൻ പറ്റും, നോ ഇഷ്യൂസ്. പക്ഷേ 3-4 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ ആ ഫോൺ അല്ല. 2 RAM സ്റ്റോറേജ് വേരിയൻസ് ആണ്, 6GB 128GB, 8GB 128GB LPDDR4X RAM ആണ്, UFS 2.1 ആണ് സ്റ്റോറേജ്. പ്ലസ് ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. നെക്സ്റ്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻ ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാപിക്സലിൻ്റെ ആണ് പ്രൈമറി ക്യാമറ. ഇത്തവണ സാംസങ്ങിൻ്റെ ISOCELL GW1 സെൻസർ ഒഴിവാക്കി സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സോണിയുടെ IMX682. സെക്കൻഡ് ക്യാമറയാണ് 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. 5 മെഗാപിക്സലിൻ്റെ ആണ് മാക്രോ, പിന്നെ 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഡീറ്റെയിലിൽ നോക്കിയിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ചോദിച്ചാൽ വളരെ നല്ലൊരു ഇംപ്രഷനാണ്. എന്നെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്ത ഒരു ക്യാമറ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പെർഫോമൻസ് ആണ്. കളേഴ്സ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാറില്ല. നല്ല രീതിയിൽ തന്നെ കാണാൻ നല്ല രസമുണ്ട്. പ്ലസ് ഒരു സൂപ്പർ ആമുലർ ഡിസ്പ്ലേ ആയതുകൊണ്ടും ആ ഒരു ഫോട്ടോയിൻ്റെയും വീഡിയോൻ്റെയും കളേഴ്സ് കുറച്ചുകൂടെ പഞ്ചി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ ഡൈനാമിക് റേഞ്ച് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സ്കൈൻ്റെ ബ്ലൂനെസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയുടെ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് അനുസരിച്ച് ബ്ലർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ ബ്ലറിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണാൻ കഴിയും. പിന്നെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, സിംഗിൾ ടേക്കിൻ്റെ. ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും. പല ഷെയ്ഡ്സിലും ഫിൽറ്റേഴ്സിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ഫേവററ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ കഴിയും. റിയർ ക്യാമറ വെച്ച് നിങ്ങൾക്ക് മാക്സിമം 4K 30 FPS എടുക്കാൻ കഴിയും. നല്ല വീഡിയോസാണ് കിട്ടുന്നത്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആ കളേഴ്സൊക്കെ പിന്നെ കോൺട്രാസ്റ്റും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല രസമുള്ള വീഡിയോസാണ് വരുന്നത്. 32 മെഗാപിക്സലിൻ്റെ ആണ് സിംഗിൾ സെൽഫി ക്യാമറ. വളരെ നല്ല സെൽഫീസാണ് വരുന്നത്. നല്ല നാച്ചുറൽ ആക്യുറേറ്റ് ആയ ഫേസ് കളേഴ്സ് വരുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ക്യാമറ. നമുക്ക് നോക്കാം, എന്തെങ്കിലും മറ്റൊരു ഫോണുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പം
ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ അറിയാം, ഇതിൻ്റെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ. 6000 mAh ബാറ്ററി കിട്ടുന്നത്. സോ നല്ല എമണ്ടൻ ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു മേജർ അപ്ഗ്രേഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചാർജിങ് സ്പീഡിലാണ്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഒഴിവാക്കി ഇപ്പോൾ കിട്ടുന്നത് ബോക്സിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അതിനോടൊപ്പം തന്നെ റിവേഴ്സ് ചാർജിങ് എന്ന ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് മറ്റൊരു ഫോൺ ചാർജ് ചെയ്യാൻ കഴിയും. സെൻസേഴ്സും മറ്റ് ഫീച്ചേഴ്സും നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മിക്ക എല്ലാ സെൻസേഴ്സ് നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട്. ആക്സിലറോമീറ്റർ, മാഗ്നറ്റോമീറ്റർ, ജൈറോസ്കോപ്പ് എല്ലാം നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ചെക്ക് ചെയ്തിരുന്നു. നല്ല സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ആണ്. അങ്ങനെ എനിക്ക് പ്രശ്നമോ ലാഗോ ഗ്ലിച്ചൊന്നും തോന്നിയില്ല. വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഫേസ് അൺലോക്ക് ഫീച്ചറുമാണ്. FM റേഡിയോൻ്റെ ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾ റേഡിയോ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വൈഫൈ കോളിംഗ്, അതായത് വോയിസ് ഓവർ വൈഫൈ കോളിംഗ് ഉണ്ട്. ഡ്യുവൽ 4G വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും HD കണ്ടന്റ് കാണാൻ കഴിയും ഈ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയിൽ. അതിനോടൊപ്പം തന്നെ SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. ഓഡിയോ പെർഫോമൻസ് നോക്കിയാൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്പീക്കറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് സ്പീക്കറിൻ്റെ. ഒരു കംപ്ലീറ്റ് സൗണ്ട് എന്ന് പറയാം. അങ്ങനെ ടിന്നി എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ അങ്ങനെ ഭയങ്കര ലൗഡ്നെസ് ഒന്നുമില്ല. എന്നാലും സ്റ്റിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ M31s കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? ഒരുപാട് നല്ല അപ്ഗ്രേഡ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. നമ്മൾ M31ഉം M30s വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല ഇമ്പോർട്ടൻറ്റും വളരെ യൂസ്ഫുള്ളായ അപ്ഗ്രേഡ്സ് ആണ് ഈ ഫോണിലുള്ളത്. പക്ഷേ അവർ അതനുസരിച്ച് പ്രൈസും കൂട്ടിയിട്ടുണ്ടല്ലേ. സോ M30s-ഉം M31 16.5 ആ റേഞ്ച് ആയിരുന്നു. പക്ഷേ ഇപ്പം ഇത് കൂടിയിട്ട് M31s വന്നിരിക്കുന്നത് 20,000 പ്രൈസ് റേഞ്ച്, 21,000 പ്രൈസ് റേഞ്ചിലാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡഡ് ചിപ്സെറ്റ് 9611 ഒഴിവാക്കി ഒരു ബെറ്റർ ചിപ്സെറ്റ് അവർ തന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ ആയിരുന്നതിന് ഈ ഒരു സാംസങ് ഗാലക്സി M31s. പക്ഷേ എന്നാലും ആ ഒരു ഹൈ റേഞ്ച് പെർഫോമൻസ് ഒഴിവാക്കിയാൽ നോർമൽ പെർഫോമൻസ് ആണെങ്കിൽ പിന്നെ ഡിസ്പ്ലേ, ബാറ്ററി, ചാർജിങ്, ക്യാമറ എല്ലാ മേഖലയിലും വളരെ വളരെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ വളരെ നല്ല ഔട്ട്പുട്ട് നൽകുന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി M31s. സോ ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. കാരണം എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മളിപ്പം 730G 720G അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പം പെർഫോമൻസിൽ ലാഗ് ഉണ്ട്. പക്ഷേ നിങ്ങൾ നോർമൽ ഒരു യൂസർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുമെന്ന്. അതുമാത്രമല്ല ഇപ്പം പുതിയൊരു ഫോണാണ് സാംസങ്, ഇനി ഇതിനു വേണ്ടി അപ്ഡേറ്റ് തരും. അപ്ഡേറ്റ് വെച്ച് ഇനിയും കുറച്ചുകൂടെ ഒരു സ്ട്രീം ലൈനും കുറച്ചുകൂടെ ഒരു ഓപ്റ്റിമൈസ്ഡ് ഉള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് നോൺ ചൈനീസ് സ്മാർട്ട് ഫോൺസിലാണ് താല്പര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ 20,000 താഴെ എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് നോൺ ചൈനീസ് സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M31s. സോ ഇതായിരുന്നു M31sൻ്റെ അൺബോക്സിംഗ് പ്ലസ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസും ഈ ഫോണിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി താഴെ കോമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.